18 ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ്സ് ഗ്രൂപ്പിൻ്റെ മൊത്തം വാർഷിക വരുമാനമാണെങ്കിൽ 100 കോടിയിലധികം. സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ്. ഇന്ന് ഷെഫ് പിള്ള എന്നത് വെറും ഒരു വ്യക്തിയല്ല, അതൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഈ കണക്കുകൾക്ക് പിന്നിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു ബിസിനസ് കേസ് സ്റ്റഡി കൂടിയുണ്ട്. 18ാമത്തെ വയസ്സിൽ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് തുടങ്ങി ഇന്ന് നമ്മൾ ഈ കാണുന്ന ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിയ ഒരു ഓൺട്രപ്രണറുടെ കഥ. 1978 കൊല്ലത്തെ ചവറ തെക്കുംഭാഗം എന്ന ദ്വീപ് ഗ്രാമത്തിലാണ് സുരേഷ് പിള്ള ജനിക്കുന്നത്. അച്ഛനും അമ്മയും കയർ നിർമ്മാണ തൊഴിലാളികൾ. വളരെ സാധാരണമായ ഒരു ചുറ്റുപാട്. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേർന്നെങ്കിലും വിധി അദ്ദേഹത്തിന് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പഠനം പാതി വഴിയിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. ബിഷപ്പ് മാറ്റണം, വീട്ടുകാരെ സഹായിക്കണം, വേറെ വഴിയില്ല. അങ്ങനെയാണ് നാവായിക്കുളത്തുള്ള ഒരു കാർട്ടൺ ബോക്സ് നിർമ്മാണ കമ്പനിയിൽ അദ്ദേഹം സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലിക്ക് കയറുന്നത്. അവിടെ ഒതുങ്ങിക്കൂടാൻ അദ്ദേഹം അന്ന് തയ്യാറല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കൊല്ലത്തെ ഷെഫ് കിങ് എന്ന റെസ്റ്റോറൻറ്റിൽ ഒരു വെയിറ്ററായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടുന്നത്. ഇവിടെ നിന്ന് കാര്യങ്ങൾ മാറുകയാണ്. കസ്റ്റമർ നൽകുന്ന ടിപ്സിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ആകർഷിച്ചത് അടുക്കളയിലെ ശബ്ദങ്ങളും രുചിക്കൂട്ടുകളുമായിരുന്നു. ഒരു വെയിറ്ററായിട്ട് തുടർന്നാൽ കൈ നിറയെ പണം കിട്ടും, പക്ഷേ ഒരു പാചക സഹായിയായി അടുക്കളയിൽ കയറിയാൽ ശമ്പളം നല്ല കുറവായിരിക്കും. എങ്കിലും ഷോർട്ട് ടൈം പ്രോഫിറ്റ് നോക്കാതെ ലോങ് ടൈം സ്കിൽസിന് വേണ്ടി അദ്ദേഹം ആ റിസ്ക് എടുക്കാൻ തീരുമാനിക്കുന്നു. കത്തിയും കരണ്ടിയും പിടിക്കാൻ പഠിക്കുന്നു, രുചിക്കൂട്ടുകൾ എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിന്നും ബാംഗ്ലൂരിലെ കോക്കനട്ട് ഗ്രൂവ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക് അദ്ദേഹം മാറുകയാണ്. കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം വെറും 4 വർഷം കൊണ്ട് അദ്ദേഹം അവിടുത്തെ ഹെഡ് ഷെഫ് എന്ന പദവിയിലേക്ക് ഉയരുന്നു. 2000ൻ്റെ തുടക്കത്തിൽ ഒരു ഹെഡ് ഷെഫ് എന്ന നിലയിൽ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ടായിരുന്നു. ഏകദേശം 15,000 രൂപ. അന്ന് 15,000 എന്ന് പറയുന്നത് നല്ലൊരു തുകയാണ്, ലൈഫ് സെറ്റിൽഡുമാണ്. പക്ഷേ തൻ്റെ കരിയർ അടുത്ത ഘട്ടത്തിലേക്ക് വളരണമെങ്കിൽ തനിക്കൊരു 5 സ്റ്റാർ ടാഗ് അത്യാവശ്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനായിട്ട് അദ്ദേഹം ചെയ്തത് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കയ്യിലുണ്ടായിരുന്ന ഉയർന്ന പദവിയും ശമ്പളവും അദ്ദേഹം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് ലീല പാലസ് എന്ന 5 സ്റ്റാർ ഹോട്ടലിൽ വെറും ഒരു ട്രെയിനി അഥവാ കോമി 2 ആയിട്ട് ജോലിക്ക് കയറുന്നു. ശമ്പളം എന്ന് പറയുന്നത് വെറും 5,000 രൂപയിൽ താഴെ. ഇന്നത്തെ ആ ലാഭം നോക്കാതെ നാളത്തെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്ത ആ തീരുമാനം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ അടിത്തറ. അവിടെ നിന്നും ഒരു 5 സ്റ്റാർ ഷെഫിന് വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഷെഫ് പിള്ളെ പിന്നീട് ലണ്ടനിലേക്ക് വിമാനം കയറുകയാണ്. അവിടുത്തെ പ്രശസ്തമായ വീരസ്വാമി റെസ്റ്റോറൻറ്റിലും പിന്നീട് ജിം കാനയിലുമൊക്കെ ജോലി ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ നിന്നും ഒരു വലിയ സത്യവും മനസ്സിലാക്കി. നമ്മുടെ നാട്ടിലെ പാചകം പലപ്പോഴും കൈയളവുകളാണ്, എന്നാൽ ലണ്ടനിൽ അതിനൊരു സയൻസ് ഉണ്ട്. ഓരോ ഗ്രാമും കൃത്യമായി അവർ അളക്കുന്നു, ടെമ്പറേച്ചർ കൃത്യമായി സെറ്റ് ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ കഴിക്കുന്ന ഇതേ രുചി തന്നെ ആയിരിക്കണം 10 വർഷം കഴിഞ്ഞ് വന്നാലും അവിടെ കിട്ടേണ്ടത്. ഈ കൺസിസ്റ്റൻസിയും പ്രിസിഷനും അവിടെ നിന്ന് അദ്ദേഹം പഠിച്ചെടുക്കുന്നു. അതോടൊപ്പം ലണ്ടനിലെ അടുക്കളകൾ അദ്ദേഹത്തെ പഠിപ്പിച്ച ഒരു സിസ്റ്റം മാനേജ്മെൻ്റ് ഉണ്ട്. 100 കണക്കിന് ഓർഡറുകൾ വരുമ്പോഴും ഒട്ടും പതറാതെ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കിച്ചൺ ബ്രിഗേഡ് സിസ്റ്റം. ഈ ഡിസിപ്ലിനാണ് പിന്നീട് കേരളത്തിൽ വന്ന ഒരു ബിസിനസ് തുടങ്ങാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് മുതൽക്കൂട്ടായത്. ലണ്ടൻ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും തിളക്കമുള്ള അധ്യായം എന്ന് പറയുന്നത് BBC-യുടെ മാസ്റ്റർ ഷെഫ് പ്രോഗ്രാമായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോ. ആ വേദിയിൽ ഒരു മലയാളി മത്സരിക്കുന്നത് ലോകം കാണുന്നു. ഞാൻ ആർക്കും പിന്നിലല്ല, ലോക നിലവാരത്തിലുള്ള വിഭവങ്ങൾ സൃഷ്ടിക്കാൻ എനിക്കും കഴിയുമെന്ന കോൺഫിഡൻസാണ് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് അവിടെയും കരുത്തായത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് ഇനിയാണ് സംഭവിക്കുന്നത്. കോവിഡ് കാലത്ത് ലോകം മുഴുവൻ സ്തംഭിച്ച് നിൽക്കുന്നു. ലണ്ടനിലെ ഫ്ലാറ്റിൽ അടച്ചിരിക്കപ്പെട്ട ഷെഫ് പിള്ള അന്നൊരു പരീക്ഷണം നടത്തി. തൻ്റെ കയ്യിലുള്ള ഫോണിൽ വളരെ ലളിതമായ മലയാളത്തിൽ കുക്കിംഗ് വീഡിയോകൾ അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ആദ്യം അദ്ദേഹം ചെയ്തത് വെറും ഒരു ഉള്ളിവടയുടെ വീഡിയോ ആയിരുന്നു. ആ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലാവുന്നു. മില്യൺ കണക്കിന് ആളുകൾ ആ വീഡിയോ കാണുന്നു. അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഒരൊറ്റ വീഡിയോയിലൂടെ ഫേസ്ബുക്കിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് ഏകദേശം $2,000 ആണെന്ന്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപ. പക്ഷേ അദ്ദേഹം അവിടെയും നിർത്തിയില്ല. ഉള്ളിവടയിലൂടെ മലയാളികളെ ആകർഷിച്ച ശേഷം അദ്ദേഹം തൻ്റെ മാസ്റ്റർ പീസ് പുറത്തെടുക്കുന്നു, ഫിഷ് നിർവാണ. യഥാർത്ഥത്തിൽ ഈ വിഭവത്തിന് പിന്നിൽ രസകരമായ വേറൊരു കഥയുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസം യൂണിവേഴ്സൽ ബോസ് ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ക്രിസ് ഗെയിലിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഈ വിഭവം ഉണ്ടാക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ എരിവ് കുറഞ്ഞ എന്നാൽ രുചികരമായ ഒരു വിഭവം ആവശ്യപ്പെട്ടു. അങ്ങനെ ഷെഫ് പിള്ള എന്ന് തയ്യാറാക്കിയ ഡിഷാണ് പിന്നീട് മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് നിർവാണയായി മാറിയത്. ഉള്ളിവടയിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിൽ പിന്നീട് ഫിഷ് നിർവാണയിലൂടെ അദ്ദേഹം ജനങ്ങളുടെ മനസ്സിലൊരു സിഗ്നേച്ചർ ബ്രാൻഡായിട്ട് മാറുകയായിരുന്നു. വെറും 5 മാസം കൊണ്ട് 10,000 ഫോളോവേഴ്സിൽ നിന്നും 1 മില്യണിലേക്ക് അദ്ദേഹം കുതിച്ചുയർന്നു. സാധാരണ ബിസിനസ്സുകൾ ചെയ്യുന്ന പോലെ അദ്ദേഹം ആദ്യം റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് ആദ്യം അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കി. പിന്നീട് അവർക്ക് മുന്നിലേക്ക് തൻ്റെ പ്രോഡക്റ്റ് നീക്കി വെക്കുന്നു. ഇതിനെ കമ്മ്യൂണിറ്റി ലെഡ് ഗ്രോത്ത് എന്ന് നമുക്ക് ബിസിനസ്സിൽ പറയാം. അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. എന്നിട്ട് തൻ്റെ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് ഷെഫ് പിള്ളെ RCP തുടങ്ങുമ്പോൾ പരസ്യം കൊടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ തന്നെ ആയിരുന്നു ഏറ്റവും വലിയ ബിൽ ബോർഡ്സ്. ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് വെറും വിശപ്പ് മാറ്റാൻ മാത്രമല്ല, അവർ വീഡിയോയിൽ കണ്ട കൊതിച്ച ആ ഒരു ഫിഷ് നിർവാണ രുചിക്കാനും സ്ക്രീനിൽ കണ്ട ആ വ്യക്തിയെ കാണാൻ കൂടിയായിരുന്നു. ഇന്ന് നമ്മൾ ഈ കാണുന്ന സാമ്രാജ്യത്തിന് പിന്നിൽ ലണ്ടനിൽ നിന്ന് പഠിച്ച അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് സ്കിൽസും സോഷ്യൽ മീഡിയ നൽകിയ വിസിബിലിറ്റിയും ഉണ്ട്. 18ഓളം റെസ്റ്റോറൻറ്റുകൾ, 100 കോടിയിലധികം വിട്ടുവരവ്,
പക്ഷേ ഇപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. ബിസിനസ്സിൽ സെൻറ്റിമെൻസിന് സ്ഥാനമില്ല. കണക്കുകൾ കൃത്യമായിരിക്കണം. അവസരങ്ങൾ ആരും കൊണ്ടുതരുന്നതല്ല, അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കണമെന്ന് ഷെഫ് പിള്ളയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും സോഷ്യൽ മീഡിയ ഒരു കരിയർ ഗ്രോത്ത് ടൂളായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുവഴി എങ്ങനെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാമെന്നും എല്ലാം ഇനിയുള്ള നാളുകളിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ മറ്റ് വീഡിയോസും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്